എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതേ ചെറിയ മഴയത്തൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കാണ്. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം ഇന്നലെ മുതലേ മനസ്സിലുള്ളതാണ്. അപ്പൊ അതങ്ങ് ഷെയർ ചെയ്തിട്ട് പോയാലോ എന്നാലോചിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇഷ്ടം പോലെ മോട്ടിവേഷണൽ വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീഡാണ് ഇപ്പോൾ വരുന്നത് അപ്ഡേറ്റ്സ് ആയിട്ട്. അപ്പൊ അങ്ങനെ അടുപ്പിച്ച് കണ്ടിട്ടുള്ള ഒരു വീഡിയോനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സംഭവം എന്താന്ന് വെച്ചാലേ, നമ്മൾ ഒരുപാട് പ്രയോറിറ്റീസ് ഉള്ള ഒരാളുടെ ചോയ്സ് ആവാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പൊ കം ടു ദ പോയിന്റ്, ഒരുപാട് പ്രയോറിറ്റീസ് ഉള്ള ഒരാളുടെ ചോയ്സ് ആവാതിരിക്കുക എന്നിട്ട് പറയാണ്, ഒരൊറ്റ നമ്മളെ നിന്ന് മാത്രം കൺസെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ എല്ലാം ആവുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ മനോഹാരിത എന്നൊക്കെ. പക്ഷെ നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കൂ, നമ്മൾ എന്താ പറയാറ്, ഒരാളിൽ മാത്രം ഒതുങ്ങി ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഒരു റിലേഷനിൽ മാത്രമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് റിലേഷൻഷിപ്പിനോട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള റിലേഷൻസും വേണം. നമുക്ക് പാരൻസ് വേണം, നമുക്ക് സിബ്ലിങ്സ് വേണം, ഫ്രണ്ട്സ് വേണം, ടീച്ചേഴ്സ് വേണം, കൊളീഗ്സ് വേണം, ആൻഡ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്രണയം വേണം. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് മക്കൾ വേണം, ഹസ്ബൻഡ് വേണം, വൈഫ് വേണം, അങ്ങനെ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളും നമുക്ക് വേണം. നമുക്കുള്ള എല്ലാ റിലേഷൻഷിപ്പിനും അതിൻ്റെതായ പ്രയോറിറ്റീസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഓരോ റിലേഷൻഷിപ്പിനോടും നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ നീതി. അല്ലാതെ ഇതെല്ലാം കൂടി പിടിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ നമുക്ക് എന്താ, ഒരാൾ അനങ്ങാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, എന്നോട് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ. അപ്പൊ അവിടെ സെൽഫിഷായി, ഈഗോ ആയി, കോംപ്ലക്സ് ആയി, ഇത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയായി, സംശയമായി, സൈക്കോ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ചിന്താഗതി പലതവണ വീഡിയോസിൽ കേട്ടപ്പോൾ എനിക്കതൊന്ന് തിരുത്തണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഒരുപാട് റിലേഷൻഷിപ്പുകൾ ചുറ്റുമുണ്ടെങ്കിലും ഒരുപാട് ബന്ധങ്ങൾ നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാനുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു വൃത്തിയായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് ആണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ അയാളുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്പേസ് ആയിട്ട് മാറാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കംഫർട്ട് സോണുകൾ തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കൊക്കെ കൂടുതലായിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ കംഫർട്ട് സോണുകൾ ആവാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഒറ്റ പോയിന്റിൽ മാത്രമല്ല നിൽക്കുന്നത്. അപ്പൊ നമുക്കും ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ എക്സ്പീരിയൻസുകളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ചുറ്റുമുണ്ടായിരിക്കും. അപ്പോൾ ഈ ഈഗോ പ്രോബ്ലോ അല്ലെങ്കിൽ ബാക്കി ഈ പറഞ്ഞ സൈക്കിക് പ്രോബ്ലംസ് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. ആക്ച്വലി നമുക്കൊക്കെ ഒരൊറ്റ ലൈഫല്ലേയുള്ളൂ. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ വ്യക്തി എന്നൊന്നും പറഞ്ഞ് നടക്കാതെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും ആസ്വദിക്കുക, എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, പിന്നെ വള്ളിക്കെട്ടുകളുമായിട്ട് വരുന്നതിനൊക്കെ കണ്ണുടച്ചിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിടുക. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.